പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് കാറ്റും വെളിച്ചം കൊണ്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാക്കകൾ സമ്മതിക്കുന്നില്ല. ഒച്ചമ്പിളി ഉണ്ടാക്കും. നിങ്ങളത് കാര്യമാക്കണ്ട, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മുടെ ചുറ്റും പതിയിരിക്കുന്ന ഒരു വലിയൊരു അപകടം, നമ്മുടെ ജീവനും നമ്മുടെ സ്വത്തും നശിപ്പിച്ച് കളയുന്ന, ജീവിതം തന്നെ തൊലച്ച് കളയുന്ന വലിയൊരു അപകടം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. പക്ഷെ ഇതിങ്ങനെയാണോ എന്ന് പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോഴായിരിക്കും ബോധ്യപ്പെടുന്നത്. അതായത് ആരോഗ്യരംഗത്തെക്കുറിച്ചാണ്, കേരളത്തിലെ ആരോഗ്യരംഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഈ സംസ്ഥാനത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുന്നിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രിയൊക്കെ പറയുന്നുണ്ട്, കേരളത്തിൽ ആരോഗ്യരംഗം വളരെ എന്താ പറയുക, അങ്ങ് മെച്ചപ്പെട്ട് ലോകത്തിനേക്കാൾ മേലെ എത്തിയിട്ടുണ്ട്, 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരുമൊക്കെ ചികിത്സിക്കാൻ കുടുംബസമേതം അമേരിക്കയ്ക്ക് മറ്റുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലുള്ള ചികിത്സ എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. അത് കോഴിക്കോട് ആശുപത്രി ആയാലും തിരുവനന്തപുരം ആശുപത്രി ആയാലും, ഈ തിരുവനന്തപുരം ആശുപത്രിയിൽ നിന്നുള്ള ഒരാൾ ഒരു വോയിസ് നമുക്കറിയാമല്ലോ, ഇവിടെ എനിക്ക് ചികിത്സയൊന്നും കിട്ടുന്നില്ല, ആംബുലൻസിൽ എന്താ പറയുക, പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയതാണ്. പോയിട്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ ചെയ്യേണ്ടതാണ്. 4-5 ദിവസം കഴിഞ്ഞിട്ടും ഒരു ചികിത്സയും കിട്ടാതെ അവിടെ കിടന്ന് മരിച്ചു. അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാളുടെ വോയിസ് ഇവിടെ മുഴുവൻ പ്രചരിച്ചു. എന്നിട്ടും ഒരു പിണക്കം സംഭവിച്ചില്ല. അതായത് ആരോഗ്യമന്ത്രിയുടെ മനസ്സലിഞ്ഞില്ല, മുഖ്യമന്ത്രിയുടെ മനസ്സലിഞ്ഞില്ല. അവർ കുത്തകളുടെ കോഴയും വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് മിണ്ടാത്തത്. എന്തെങ്കിലും നടപടി ഉണ്ടതായിട്ട് ഒന്നും അറിയില്ല. അവിടെ ആ ഒരു അനാസ്ഥ ആ കുടുംബത്തിന് പോയി, ആ പാവപ്പെട്ട ആ ചങ്ങായിൻ്റെ ജീവിതം പോയി. ഈ ലോകത്തൊരൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അവൻ്റെ ജീവിതം ഇല്ല. എൻ്റെ കാര്യം നിങ്ങളുടെ കാര്യമൊക്കെ അത് തന്നെ. നമ്മളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇവിടെ വരാനോ മറ്റുള്ളവരെ കാണാനോ ഈ അങ്ങാടി കൂടെ പോകാനോ പിണറായി തെറി വിളിക്കാനോ ഒന്നും പിന്നെ നമുക്കൊരു അവസരമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു ജീവിതം തൊലച്ചു കളയാണ്. അകാലത്തിൽ തൊലച്ചു കളയുന്ന ഈ ആതുരാലയങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന കശാപ്പുശാലകൾ. ആ കശാപ്പുശാലകൾ ഒരു വശത്ത്, മറുവശത്ത് വലിയ എന്താ പറയുക, വമ്പൻ കെട്ടിടങ്ങൾ, 5 സ്റ്റാർ ആശുപത്രികളെന്ന് വിളിക്കുന്ന കൊള്ള സങ്കേതങ്ങൾ, കൊലയറകളെന്ന് വിളിക്കേണ്ടി വരും അവിടെ. അങ്ങനെയാണ് പറയുന്നത് ശരി. കാരണം അത്രത്തോളം കൊലയറകൾ. ഒരു ജലദോഷപ്പനി വന്നാലും അവന് ഒരു 1 ലക്ഷം രൂപ ബില്ലില്ലാതെ ഇറങ്ങി വരാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഒരു 10-25 റുപ്യെങ്കിലും ഇല്ലാതെ 1-2 ദിവസം അവിടെ നിന്നാൽ ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ ഭീമമായ ചാർജാണ്. ഒരു കാലിൽ മുള്ളുകൊണ്ട് ചെന്ന് കഴിഞ്ഞാലും അവനെ കൊണ്ട് ECGയും അതുപോലെ എന്താ പറയുക, MRI സ്കാനും ഒക്കെ എടുപ്പിക്കുന്ന ഒരു സിസ്റ്റം അവിടെ നിലവിലുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മനസ്സിലൊരു ഒരു പേടിയുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വലിയ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ ബില്ലാവും. അതുകൊണ്ട് നമുക്ക് അത്തരം ആശുപത്രിയിൽ നിന്ന് പോകണ്ട. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്ലിനിക്കുകളുണ്ട്. ആ ക്ലിനിക്കുകളിൽ പോയാൽ മതി. അവിടെ ആകുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കാണും. ആ ഡോക്ടർ മതി നമുക്ക്. നമ്മുടെ ചികിത്സ അവർ നടത്തും. നമുക്ക് പിന്നെ മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ തരും. ചെറിയ ബില്ലേ ആവും, അല്ലേ? നമുക്കറിയാമല്ലോ. അങ്ങനെയാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഏതൊരു ക്ലിനിക്കിൽ പോകും. അങ്ങനെ വന്നപ്പോൾ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ പുതിയൊരു നാടകം എടുത്തു. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. അല്ല, ഇതിനൊക്കെ കാരണം ഈ ഒരു ആരോഗ്യ സംരക്ഷണ ബില്ല് ഉണ്ടാക്കി കൊടുത്തതാണ്. ആരോഗ്യമല്ല, എന്താണ്, ആശുപത്രി സംരക്ഷണ ബില്ല് നമ്മുടെ പിണറായി സർക്കാർ, ഈ ആരോഗ്യമന്ത്രി എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കി കൊടുത്ത ആശുപത്രി സംരക്ഷണം കേട്ടോ. രോഗികളെ സംരക്ഷിക്കുന്നതല്ല. രോഗികളെ അവിടെ തല്ലി കൊന്നു കഴിഞ്ഞാലും ആരും ചോദിക്കാൻ ചെല്ലരുത്. ചോദിക്കാൻ ചെല്ലുന്നതിൻ്റെ പേരിൽ, അതായത് എന്തെങ്കിലും ഒരു പനിയോ മറ്റോ ആയിട്ട് ഒരാളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവന് മതിയായ ചികിത്സ കിട്ടാതെ ചികിത്സാ പിഴവുകൊണ്ട് മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരും ചോദിക്കരുത്. അങ്ങനെ ആരെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് അബദ്ധം വന്ന് രോഗി മരണപ്പെട്ടാൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ചെയ്തത്, എന്താണ് നിങ്ങൾ കാട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്നവനെ ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി ജയിലിൽ തള്ളുന്ന, ജാമ്യം ലഭിക്കാതെ ജയിലിൽ തള്ളാൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പുണ്ടാക്കി കൊടുത്തത്. അത് ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ കൊലയറകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിൽ നിയമം ഉണ്ടാക്കി കൊടുത്ത ഈ സമയത്ത് ഈ കൊലയറകൾക്ക് നേരിട്ട് സാധാരണക്കാരായ എന്നിലും നിങ്ങളിലേക്കും എത്താൻ കഴിയുന്നില്ല. അതായത് അവിടെ ഒരു മൂക്കിപ്പനി വന്നിട്ട് ഈ പറയുന്ന ജംസിലും ഒക്കെ പോയി കഴിഞ്ഞാൽ അമ്മാതിരി പണം ചെലവഴിക്കേണ്ടി വരും. അത്രത്തോളം ചെലവ് വരും എന്നതുകൊണ്ട് നമ്മളവിടെ പോകില്ല. പകരം നമ്മുടെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് ആ മൂക്കിപ്പനിക്കും ജലദോഷപ്പനിക്കും ഒക്കെ ചെറിയ രീതിയിൽ മരുന്ന് വാങ്ങും. എന്തെങ്കിലും ഒരു സംശയം അവിടെ തുടങ്ങി വയ്ക്കും. ഈ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ക്ലിനിക്കിൽ അതൊന്ന് പരിശോധിച്ചേക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമ്പ് വെക്കും, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഒരിക്കൽ വൈഫിന് ഒരു ടെസ്റ്റ് നടത്തിയ ടെസ്റ്റ് ഞാൻ പറയുന്നില്ല, ടെസ്റ്റ് ഒരു ലാബിൽ ടെസ്റ്റ് നടത്തി, ഒരു റിസൾട്ട്
അന്നേ ദിവസം തന്നെ വരുന്ന വഴിക്ക് മറ്റൊരു ലാബിൽ കയറി ഒരു ടെസ്റ്റ് നടത്തി. അത് രണ്ടും ഈ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല. ഭീകരമായ വ്യത്യാസം, മനസ്സിലായില്ലേ? ഭീകരമായ വ്യത്യാസം ഉണ്ടായിരുന്നു. 3 പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. 3 റിസൾട്ട്. ഒരു 10 ഈ രോഗിയുടെ അളവ് എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുള്ളത് 4, വേറെ സ്ഥലത്തുള്ളത് 20. ഇങ്ങനെയൊക്കെ കയറി കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഒരു സ്ഥലത്ത് 10. ഇതിലേത് റിസൾട്ട് എടുക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള ലാബുകളും ഈ ലാബുകൾ ടെസ്റ്റുകളെല്ലാം നടത്തിയ ശേഷം അതാണ് ഈ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി, ക്ലിനിക്കുകൾ വെക്കുന്നത്. ആ ക്ലിനിക്കുകളിൽ ഒരു ഫ്രീ ചെക്കപ്പും മറ്റു കാര്യങ്ങളും എല്ലാം വെക്കും. അങ്ങനെ രോഗികളിലെല്ലാം ഒരു ആശങ്ക, അവിടെ എത്തുന്ന ജനങ്ങളിലെല്ലാം ഒരു ആശങ്ക ഉണ്ടാക്കി വെച്ചിട്ട് അവരപ്പം തന്നെ പറയും, നിങ്ങൾ ഇന്ന ദിവസം അവിടെ ജാം ജെൻസിലെ ഡോക്ടർ ഞങ്ങളെ ക്ലിനിക്കിൽ വരുന്നുണ്ട്, മൂപ്പരന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അപ്പോയിൻമെന്റ് എഴുതും. അപ്പോൾ ഈ പാവം കരുതും, ഈ ജാം ജെൻസിലെ ഡോക്ടർ ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ചികിത്സിച്ച് ഇവിടെ നിന്ന് മരുന്ന് തരുമല്ലോ, ഇത് അവിടെ പോയി കാണണമെന്നുണ്ടെങ്കിൽ അമ്മാതിരി ചെലവല്ലേ, ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതും. അങ്ങനെ ഇവർ കുറ്റിയും പറിച്ച ആ ദിവസം രാവിലെ ഈ പറയുന്ന ക്ലിനിക്കിലേക്ക് എത്തും. ക്ലിനിക്കെത്തി അവിടെ കാത്തു നിന്ന് ടോക്കണൊക്കെ നേരത്തെ എടുത്ത് വെച്ചേക്കാണല്ലോ, അത്രത്തോളം ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ജാം ജെൻസ് ഡോക്ടർ ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് അവിടെ നിന്ന് പരിശോധിച്ച് ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കും. ആ കൊടുക്കുന്ന മരുന്ന് എന്താണെന്ന് ഇവിടെ തമ്പുരാൻ അറിയാം. അടുത്ത ആഴ്ച വരാൻ പറയും, അടുത്ത ആഴ്ച ഒന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് കൂടിയിട്ടുണ്ടാവും, എന്തെങ്കിലും വിഷയം ഉണ്ടാവും. അപ്പോൾ ഒരു ടെസ്റ്റ് നടത്തണം, ഒരു ചെക്കപ്പ് നടത്തണം എന്ന് പറയും. അപ്പോൾ ആ ചെക്കപ്പ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാം ജെംസ് ഡോക്ടറുള്ള അവിടെയാണ് ഉള്ളത്, അവിടെ പോയാണ് എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഏത് ഈ ക്ലിനിക്ക് നടത്തുന്നത് ഈ ജാം ജെൻസിലേക്കുള്ള ആളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അവിടുത്തെ ഒരു ഡോക്ടർ ഇവിടെ സ്പെഷ്യലായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് ഇവിടെ നിന്ന് കൺസൾട്ടിങ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കൺസൾട്ടിങ് നടത്തിയിട്ട് ഇതിനിടയിൽ ഒരു ചെക്കപ്പോ മറ്റു കാര്യങ്ങളോ വരും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടറെ തന്നെ കാണണം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജാം ജെംസിലേക്ക് പോകേണ്ടി വരും. അവിടെ ചെന്ന് ഈ ഡോക്ടറെ കാണുന്നതോടുകൂടി നമ്മൾ അവിടുത്തെ പേഷ്യൻ്റായി. അതോടുകൂടി നമ്മളെ തറവാട് എഴുതി വെക്കാൻ അല്ലെങ്കിൽ നമ്മളെ തറവാട് കുളന്തോണ്ടാൻ വേണ്ടി തയ്യാറായാൽ മതി. അതായത് എങ്ങനെ കറങ്ങി തിരിഞ്ഞാലും നമ്മൾ ക്യാൻവാസ് ചെയ്ത് പിടിച്ച് ചുറ്റും വളച്ചിട്ട് ഒരൊറ്റ തള്ളം അങ്ങോട്ട് തള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കൊലയറകളിലും അതുണ്ട്. കാര്യം ഇത് 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന് പറയുകയാണ്. പക്ഷേ സൂത്രത്തിൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ. ഒരു സർജറിക്ക് എത്ര ലക്ഷമാണ് വാങ്ങുന്നത്? വേണ്ട, ഇവിടുത്തെ ചാരിറ്റി തട്ടിപ്പ് തന്നെ. ഇപ്പോൾ ഒരു കിഡ്നി മാറ്റി വയ്ക്കാനോ അല്ലെങ്കിൽ അതിനോ ഇതിനൊക്കെ 80 ലക്ഷം, 90 ലക്ഷം, 1 കോടി, 2 കോടി എന്നൊക്കെ പറഞ്ഞു കണ്ട് ഈ പിരിവ് നടത്തുന്നുണ്ടല്ലോ, കൊടുക്കുന്നുമുണ്ട്. എത്ര രൂപ ഇതിന് ചെലവുണ്ടെന്നാണ് പറയണത്? എന്താ ഇതിന് ചെലവഴിക്കുന്നത്? ഇത്രയധികം പണം ചെലവഴിക്കുന്നത് എന്തിനാ? ഒന്നാമത് നമ്മൾ സാധാരണക്കാരായ പാവങ്ങൾ, ആ പാവങ്ങളെ പിഴിയാൻ വേണ്ടിയിട്ട് ഇവിടെ വലിയ കമ്പനികൾ ഇവിടെ എന്താ പറയുക കോടിക്കണക്കിന് രൂപ മുടക്കി 2000-3000 കോടി രൂപ കൊടുത്തിട്ട് ഇവിടുത്തെ ഒരു ചെറിയ 5 നക്ഷത്ര ഹോസ്പിറ്റലിൽ വാങ്ങുന്നു. അവരെ സംബന്ധിച്ച് ചെറുത്, അതാ ഞാൻ പറയാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിട്ട് വലുത്. ആ 5 നക്ഷത്ര ഹോസ്പിറ്റലുകൾ അതിന് ഷെയർ ബഹുഭൂരിപക്ഷവും അവരുടേതാണ്. അതായത് അവരുടെ ഹോസ്പിറ്റലാണ്. ഈ 2000 കോടിയും 3000 കോടിക്കും 4000 കോടിക്കും ഒക്കെ ഒരു ആശുപത്രി വാങ്ങുമ്പോൾ അത്രയും കോടി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കണേ? എന്താണ് ഈ ലാഭം ഉണ്ടാക്കുന്നത്? അവിടെ മരച്ചീനി കച്ചവടം നടത്തുന്നുണ്ടോ? പൂളക്കച്ചവടം നടത്തുന്നുണ്ടോ? അതോ ഇറച്ചിയും പൂളയും വിൽക്കണുണ്ടോ അവിടെ? ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. മനുഷ്യനെ അങ്ങോട്ട് കയറ്റി കശാപ്പ് ചെയ്തിട്ടല്ലേ കാശുണ്ടാക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടുത്തെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുറത്ത് ചെയ്യുന്നത് എന്നും കൂടെ നോക്കണം. പുറത്ത് ചെയ്യുന്നത് ഇവിടെ അനധികൃത മരുന്നുകൾ, ഗുണമേന്മയില്ലാത്ത മരുന്നുകൾ, പിന്നെ ആവശ്യമില്ലാത്ത ചില ഭക്ഷണ ശീലങ്ങൾ കൂടി നമുക്ക് മെഡിക്കൽ എത്തിക്സിന്റെ ഫലമായിട്ട് തരും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം കൂടി പറയാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഓവറായിട്ട് തടിയുണ്ടെങ്കിൽ, ശാരീരികമായിട്ട് വലിയ പ്രയാസമുണ്ടെങ്കിൽ, ശ്വാസം മുട്ട്, അതുപോലെ കൊളസ്ട്രോള്, ഷുഗർ ഇതൊക്കെ അങ്ങോട്ട് കൂടി നിൽക്കുന്ന ആൾക്കാർ ചിലർ കീറ്റോ ഡയറ്റ് ചെയ്യും. അതിൽ കാർബോഹൈഡ്രേറ്റ് ഒരു പേരിന് വേണ്ടി ഒരു ലേശം മേമ്പൊടി കഴിച്ചതിന് ശേഷം ഫാറ്റ് കൂടുതൽ കഴിച്ചുകൊണ്ടാണ്. അത് ഇറച്ചി, മീനും, മുട്ടയൊക്കെ കഴിക്കുന്ന അവിടെ. കുറെ കഴിയുമ്പോൾ ഇയാൾക്ക് തടി കുറഞ്ഞു അയാളുടെ കൊളസ്ട്രോളൊക്കെ കുറയുന്നത് കാണാം. തിന്നുന്നത് മുഴുവൻ ഇറച്ചിയാണ്, എന്നിട്ട് കൊളസ്ട്രോൾ കുറയുക ചെയ്യുന്നത്. ഇവിടെ എന്താ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്? ഇറച്ചി വർജിക്കണം, പിന്നെ കൊഴുപ്പ് വർജിക്കണം. ഇത് വർജിച്ചു കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ കൂടി നിങ്ങൾ ആകെ പിടുത്തം. യഥാർത്ഥത്തിൽ കാർബോഹൈഡ്രേറ്റ്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് അത് പിന്നീട് കൊളസ്ട്രോളായി നമ്മുടെ ശരീരത്തിൽ പണി ഉണ്ടാക്കുന്നവന്മാർ പറഞ്ഞു തരൂല. ഈ ഫാറ്റ് എന്നാണ് പറയുന്നത്. ഫാറ്റാണ് വിഷയം എന്നുണ്ടെങ്കിൽ ഈ കീറ്റോ ഡയറ്റുകാർക്ക് കൊളസ്ട്രോൾ അടിച്ച് ചത്തുകൊണ്ടേ അവർ മെലിഞ്ഞ് തുമ്പില്ലാതാകുന്നതാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കഥകൾ, അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ജീവിത ശൈലികൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ നമ്മളെ ജീവിതശൈലി കൊണ്ട് നമ്മൾ മരുന്ന് കഴിച്ചും
രോഗങ്ങളുണ്ടായിട്ട് അതിനെ നമ്മൾ ക്ലിനിക്കിൽ പോയി എവിടെ പോയി കഴിഞ്ഞാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പഞ്ചനക്ഷത്ര ആശുപത്രികളിലെത്തും, അതായത് കൊലേറകളിലെത്തും. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ സർക്കാർ അടക്കം, ഈ പിണറായി സർക്കാർ അടക്കം ആരും പ്രതികരിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഈ ആശുപത്രികൾക്ക് വേണ്ടിയിട്ട്, ഈ കൊലേറുകൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി കൊടുത്തു. അതായത് ഒരു 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 വിഷയമല്ലാതെ നടന്ന് ഒരു ജലദോഷത്തിന് അല്ലെങ്കിൽ മുറിഞ്ഞു വീണ് കാൽമുട്ട് മുറിഞ്ഞതിനോ അല്ലെങ്കിൽ ഒന്ന് തട്ടി വീണ് നഖമൊന്ന് പോയതിനോ ഒരു ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ചികിത്സ കൊണ്ട് മരണപ്പെട്ടു പോകും. അത് ചികിത്സാ പിഴവാ. നമുക്കറിയാമല്ലോ, ഇവിടെ ചെറുവിരലിന് ചികിത്സിക്കാൻ പോയതിന് നാവ് മുറിച്ച നാവിന് കെട്ടുള്ള കഥയൊക്കെ അവിടെ നടക്കണേ. അപ്പോൾ ആ രീതിയിൽ മുഴുവൻ ചികിത്സാ പിഴവ് വരും. അത് ചിലപ്പോൾ രോഗി മരണപ്പെട്ടു പോകും. ആ സന്ദർഭത്തിൽ ആരെങ്കിലും അവരോട് വിരൽ ചൂണ്ടി സംസാരിച്ചാൽ, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഞങ്ങളുടെ ഒരു പ്രാണനാണ് നിങ്ങളുടെ അടുത്ത് കളഞ്ഞതെന്ന് പറഞ്ഞാൽ പറഞ്ഞ അടുത്ത സെക്കൻഡിൽ പോലീസ് വന്ന് ഈ പറഞ്ഞ പോലെ തൂക്കിയെടുത്ത് അകത്തിടും. അതിനുള്ള നിയമനോട്ടിലായി കൊടുത്തത്. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു. ഇവിടുത്തെ പൊതുമേഖലാ ആശുപത്രികൾ, അതായത് സർക്കാർ ആശുപത്രികൾ, ഗ്രാമപ്രദേശങ്ങളിലുള്ള PHCകളുടെ കാര്യമല്ല പറയുന്നത്, അവിടെ കുറച്ചൊക്കെ ഉണ്ട്. കാരണം അവിടെ എത്തുന്നത് ജലദോഷപ്പനിക്കും മൂക്കിപ്പനിക്കും മുട്ടുവേദനയ്ക്കും മാത്രമേ അവിടെ ആൾക്കാർ വരുന്നുള്ളൂ. അതുകൊണ്ട് അതിനുള്ള മെഡിസിൻസ് ഒക്കെ അവിടെ ഉണ്ട്. ബാക്കിയുള്ള മെഡിക്കൽ കോളേജ് അടക്കമുള്ള ബാക്കിയുള്ള ആശുപത്രികളൊന്നും മതിയായ ചികിത്സാ സംവിധാനങ്ങളില്ല. അതില്ലാത്തതിൻ്റെ കാരണം അവിടെ ചികിത്സിക്കരുത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആയിക്കോട്ടെ, ഏത് മെഡിക്കൽ കോളേജിലായാലും മെഡിക്കൽ ഉപകരണങ്ങൾ അവിടെ ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതിന് പല പല പേരുകളിട്ട് വിളിക്കും അതിനെ. അവരെല്ലാവരും കൂടെ ഒത്തുപിടിച്ചിട്ടാണ് ഈ ആശുപത്രികൾ ഇങ്ങനെ കിടക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ ഞാൻ AR നഗറിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് തൊട്ടടുത്തൊരു MKH ആശുപത്രി ഉണ്ട്, അങ്ങോട്ടായിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ കോട്ടയ്ക്കിലെ ഏതെങ്കിലും ആശുപത്രിയിലായിരിക്കും, സ്വകാര്യ ആശുപത്രിയാണ്. അതും അല്ലെങ്കിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലായിരിക്കും, അവിടെ ഗവൺമെൻറ് ആശുപത്രിയിലായിരിക്കും. ഇവിടെ എവിടെ പോയാലും അവിടെ കൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ പോക്ക് പിന്നെ പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ എന്ത് ചികിത്സയുള്ളത് നമ്മൾ കാണുന്നില്ലേ? ഈ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സ അറിയില്ലേ? ഞാൻ പറയുന്നൊരു തെറ്റുണ്ടോ? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും അവസ്ഥ ഇതാണ്. ഒരു നിവൃത്തിയില്ല. അതായത് പാവപ്പെട്ടവന് ചികിത്സിക്കാൻ ഒരു മാർഗമില്ല. അവിടെ ചികിത്സ ഉണ്ടാകരുത്. അതായത് മെഡിക്കൽ കോളേജുകളിൽ പോയ രക്ഷയില്ല എന്ന് മനസ്സിലാക്കണം. പണ്ട്, അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പറയുന്ന അന്നത്തെ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ ചികിത്സ നടത്തി രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകുന്നതായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും അതേപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒക്കെ ഇങ്ങനെ പോകുമായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ചികിത്സിച്ചിട്ട് ഭേദപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവസാന ശ്രമം എന്ന നിലയിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുമായിരുന്നു. ഇന്നത് തിരിഞ്ഞു. ഇന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും നേരെ പോകുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ട് ഈ പഞ്ചനക്ഷത്ര കൊലേറകളിലേക്കാണ് പോണത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് പോലെ ചെയ്യും, അവർ തോന്നിയതുപോലെ ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പോലും കൊണ്ടുവന്ന് ICUയിൽ കൊണ്ടുവന്ന് വെക്കും, വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അവിടെ ഇരുത്തി 4 ദിവസം കിടന്നിട്ട് അതിൻ്റെയും ബില്ലെടുക്കും. അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നാട് നീളെ ക്ലിനിക്ക് തുടങ്ങും. ആ ക്ലിനിക്കുകളിൽ ഓരോ ആഴ്ചയോറും വിസിറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുണ്ടാവും. മറ്റേതെങ്കിലും കൊലേറ ആശുപത്രികളിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിലെ ഒരു ഡോക്ടർ വിസിറ്റ് ചെയ്യും ആഴ്ചയിൽ. അവിടെ നിന്ന് ആളെ ഉണ്ടാക്കി ക്യാൻവാസ് ചെയ്ത് അങ്ങോട്ടുണ്ടോ. ആ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മുപ്പരെ വിളിച്ചാൽ കിട്ടൂല, നിങ്ങൾ ജാംജൻസി പോയാൽ കാണാമെന്ന് പറയും. അപ്പോൾ അവിടെ ചെന്നിട്ട് OP ടിക്കറ്റ് എടുത്ത് അവിടെ കാത്തു നിൽക്കണം. കാത്തിരിക്കാൻ അവിടെ ഡോക്ടറെ അവിടെ കാണുമ്പോഴത്തേക്ക് കുറേ ടെസ്റ്റുകൾ എഴുതി തരും. അത് ജാംജംസിൽ തന്നെ ചെയ്യണം. അതോടുകൂടി നമ്മൾ അവിടുത്തെ പേഷ്യൻ്റായി മാറി. ഈ ക്ലിനിക്കിൽ നിന്ന് നമ്മുടെ ക്യാൻവാസ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെയുള്ള ക്യാൻവാസ് മുതൽ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ടിട്ട് പോകുന്ന ചികിത്സ വരെ ഈ കോലത്തിലാക്കി മാറ്റിക്കൊണ്ട് ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ആരോഗ്യ രംഗത്തെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ ഇത് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇന്നത്തെ ഒരു ആരോഗ്യാവസ്ഥ, ഇവിടുത്തെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. അതായത് പാവപ്പെട്ടവന് ചികിത്സിക്കാൻ ഒരു മാർഗമില്ല. ഊണുപോലെ ക്ലിനിക്കുകൾ തുറന്നു വരുന്നത്, അതിൽ തൊട്ട് ചാരി ഒരു മെഡിക്കൽ സ്റ്റോറും ഉണ്ടാവും. ഈ ഡോക്ടർ കുറിക്കുന്ന മരുന്ന് ആ മെഡിക്കൽ സ്റ്റോറിലേ കിട്ടുള്ളൂ. എന്നിട്ട് ആ ഡോക്ടറെ പിന്നെ കാണണമെന്നുണ്ടെങ്കിലോ ഈ പറയുന്ന ജാംജംസിൽ പോകാൻ വേണം. അപ്പോൾ അതിൻ്റെ ഇരയെ പിടിക്കുന്ന സെൻറ്ററുകളായിട്ടാണ് ഇപ്പുറത്ത് ഈ പറയുന്ന ക്ലിനിക്കുകൾ വർക്ക് ചെയ്യുന്നത് ബഹുഭൂരിപക്ഷവും എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോൾ നമ്മുടെ പിണറായി സർക്കാർ ആയതുകൊണ്ട് ഈ സർക്കാരിൻ്റെ മന്ത്രി വീണ ജോർജിൻ്റെ ഒക്കെ കഴിവുകേടാണ്. അഥവാ അവർ ഈ നേരത്തെ പറഞ്ഞ പഞ്ചനക്ഷത്ര കൊലേറകൾക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്. അതങ്ങനെ തന്നെ പറയുന്നത് അവർക്ക് വേണ്ടി നിയമം പാസ്സാക്കി കൊടുത്തത് കൊണ്ടാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ചികിത്സാ പിഴവ് കൊണ്ട് ഒരാൾ കൊല്ലപ്പെട്ടാൽ, ഒരാൾക്ക് അവയവം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ
അവനെ സംരക്ഷിക്കാൻ, അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നിയമമാണ് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഉണ്ടാക്കി വെച്ചതെന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഒരു നടപടി ഇല്ല, ഇത്തരത്തിലൊരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? പ്രതിപക്ഷമല്ലേ, നിങ്ങളെന്താ പ്രതികരിക്കാതെ പഴമൊഴുങ്ങിയിരുന്നത് എന്ന് നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെ പ്രതികരണശേഷി ഇല്ലാത്ത ജനമായി നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകരുത്. ഒന്നുകൂടി പറയട്ടെ, ഇതിനൊന്നിനും നിങ്ങൾക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നോട്ട എന്ന് പറയുന്ന ഒരു ചിഹ്നം ഉണ്ടാവും, അതിൽ കുത്തി അങ്ങ് ഒഴിവാക്കിയേക്കണം. Different angles. Don't forget to subscribe and support this channel.